സ്ത്രീ ശാക്തീകരണത്തിന് പുത്തൻ മാതൃകയാണ് സുജ എന്ന വീട്ടമ്മ. ഹെവി വാഹനമായ ടാങ്കറിന്റെ ഡ്രൈവറാണ് കാട്ടാക്കട മലയം സ്വദേശിനി സുജയ. ഡ്രൈവറാകണമെന്ന് അതിയായ ആഗ്രഹമാണ് സുജയുടെ ഇഷ്ടജോലിയിലേക്ക് അവരെ എത്തിച്ചത്. ഒരു വനിത ടാങ്കർ ലോറി നിരത്തിൽ ഓടിച്ചു പോകുന്നത് അപൂർവ കാഴ്ചകളിലൊന്നാണ്. കാട്ടാക്കട മലയം ചൂഴാറ്റുപേട്ട അജിൻ നിവാസിൽ സുജയാണ് ഹെവി ടാങ്കർ വാഹനമായ ഐഷറിലെത്തി പെട്രോൾ പമ്പിൽ ഇന്ധനം നൽകുന്നത്. കുഞ്ഞുനാൾ മുതൽ വലിയ വാഹനം ഓടിക്കണമെന്ന താല്പര്യം ഈ വീട്ടമ്മയിലുണ്ടായിരുന്നു. ലോറി ഡ്രൈവറായി പലയിടങ്ങളിലായി പോകുമ്പോഴും ഒരു ദുരനുഭവം പോലും ഉണ്ടായിട്ടില്ല. മറിച്ച് നല്ല രീതിയിലുള്ള അംഗീകാരമാണ് കിട്ടുന്നത് എന്നും സുജ പറയുന്നു. ഈ പ്രചോദനമാണ് ടാങ്കർ ലോറി ഓടിക്കുവാൻ കാരണമായത്. മറ്റ് വാഹനങ്ങൾ ഓടിക്കുവാൻ ഹെവി ലൈസൻസ് മതിയെങ്കിലും ടാങ്കർ ലോറി ഓടിക്കുവാൻ ഹസാലാസിന്റെ ലൈസൻസ് വേണം. അങ്ങനെ 1 വർഷം മുൻപ് ഹസാലാസിന്റെ ലൈസൻസ് എടുത്തുവെങ്കിലും 1 മാസം മുൻപാണ് കാട്ടാക്കടയിലെ സ്വകാര്യ പമ്പിൽ ഡ്രൈവറായി ജോലി കിട്ടിയത്. ഞാൻ ടാക്സിയാണ്, കാറായിരുന്നു. ടാക്സി ആയിരുന്നു 4 വർഷം. പിന്നെ 11 വർഷം KSRTC കണ്ടക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. കേരള തമിഴ്നാട് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. പിന്നെ 2022 ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറിയത്. അവിടെ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പെർമിറ്റിൽ പോയി വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ ടാങ്കറിലേക്ക് വന്നത്. 2022 സ്കൂൾ ബസ് ഡ്രൈവറായും സ്കൂൾ ടീച്ചറായും ഇരട്ട റോളിൽ തിളങ്ങി. ഇപ്പോൾ ഹെവി എടുത്തിട്ട് 14 വർഷമായി. തുടർന്ന് കേരള തമിഴ്നാട് റോഡിൽ ലോറി ഓടിച്ചു തുടങ്ങി. ഇന്ത്യൻ ഓയിൽ ശ്രീറാം പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കറിൽ എറണാകുളത്ത് ഇരുമ്പനത്ത് നിന്നും ഇന്ധനം നിറച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിലെ പമ്പിലെത്തിക്കും. സ്ത്രീ എന്ന നിലയിൽ എല്ലായിടങ്ങളിലും മുൻതൂക്കം ലഭിക്കുന്നുവെന്നും വനിതകൾ കൂടുതൽ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ രംഗത്തെത്തണമെന്നും സുജ പറയുന്നു. സുജയുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല. വോൾവോ ഓടിക്കണമെന്നാണ് അടുത്തത്. അതിനുവേണ്ട ചുവടുവയ്പ് നടത്തുകയാണ് സുജ. ന്യൂസ് 18 കാട്ടാക്കട.